വെൽക്കം ടു മൈ ഹൈദരാബാദ് വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ബസ്സിലിരുന്ന് എൻ്റെ സോളോ ട്രിപ്പ് എൻജോയ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ മ്യൂസിക്കൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു നീണ്ട ജേർണി ആയതുകൊണ്ട് നമ്മൾ സൈഡ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഒരു 18-19 ഹവേഴ്സ് ഓഫ് ജേർണി ഉണ്ടായിരുന്നു. സോ സൈഡ് വ്യൂസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വ്ളോഗിൽ. ഇത് ത്രാസി ബീച്ച് എന്ന് പറയും. ഭയങ്കര വലിയ ബീച്ചാണ്, കാണാൻ നല്ല രസമായിരുന്നു. ഈ സൺസെറ്റും ആ ബീച്ചും വ്യൂവും പിന്നെ ഞാൻ മ്യൂസിക് ഒക്കെ കേട്ടുകൊണ്ട് എൻജോയ് ചെയ്ത ഒരു ജേർണി ആയിരുന്നു ഇത്. അപ്പോൾ സൺസെറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ മനസ്സിലാവും. നമ്മളത് സ്കൈ നോക്കുമ്പോൾ എന്ത് രസമാണ്. ഓരോ സൺസെറ്റും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ സൺസെറ്റൊക്കെ ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദിലോട്ട്. ഒരുപാട് ദൂരമുണ്ട്. ഞാൻ പോകുന്നത് മാംഗ്ലൂരിൽ നിന്നായിരുന്നു. സോ അപ്പോൾ ഒത്തിരി ദൂരമുണ്ട്. അപ്പോൾ ഈ ആകാശമൊക്കെ കണ്ട് ഈ രാത്രിയായി അങ്ങനെ ഇങ്ങനെ സ്കൈ ഒക്കെ കണ്ട് സൈഡ് വ്യൂ ഒക്കെ കണ്ട് രാവിലെ ആയപ്പോൾ നമ്മൾ ഹൈദരാബാദ് എത്തിക്കഴിഞ്ഞ അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവരുടെ എന്തോ ആചാരങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാനതെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ മൊമെൻറ്റ്സൊക്കെ. എനിക്കിത് ഫസ്റ്റ് ടൈം ആയിരുന്നു. സോ നിങ്ങൾക്കും ഇത് കാണിച്ചു തരാം. സോ സോ അത് കഴിഞ്ഞിട്ട് അവരുടെ ഹൽദി സെറമണി, ഹൽദിയുടെ പരിപാടിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കസിൻസ് ആരോ ഹാൻഡ് മെയ്ഡ് ചെയ്ത വളയാണിത്. ഭയങ്കര രസമുണ്ടായിരുന്നു ഈ വളകൾ. സോ അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു. ഓഫ് കോഴ്സ് വെഡ്ഡിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. ഞാനൊരു സാരിയാണ് ഗിഫ്റ്റ് ചെയ്തത്. സോ അതവൾക്ക് കൊടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ അവളോടത് തുറക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്ത് വെച്ചതാണ്. സോ അവളത് തുറക്കുന്നു. അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി അവളുടെ ഒരു എൻഗേജ്മെൻറ്റ് ഡ്രസ്സിൻ്റെ ലെഹങ്കയുടെ ഷെയ്ഡ് കണ്ടിട്ട് ഞാനത് പോയി വാങ്ങിച്ചതാണ്. സോ എനിക്കും ആ സാരി ഒത്തിരി ഇഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെട്ടു. കോൺവെർസേഷനൊന്നും ഞാൻ അത്ര ക്ലിയർ അല്ല. സോ അതൊന്നും ഞാൻ ഇട്ടില്ല, ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് ഓർത്തു. സോ ദിസ് ഇസ് എ സാരി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് ഞാൻ ഈ സാരി. പിന്നെ ഹൽദിക്ക് കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നത്തെ പോലെ. സോ അതൊക്കെ നല്ല രസമായിരുന്നു. ഇവരെല്ലാം എൻ്റെ കൂടെ പൂനെയിലുണ്ടായിരുന്നവരാണ്, എൻ്റെ വർക്ക് ലൊക്കേഷനിലുണ്ടായിരുന്നവരാണ്. സോ പിന്നെ അവളുടെ കസിൻസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് വെഡ്ഡിങ് ഒക്കെ ഒരു രാവിലെ 7 മണിക്കായിരുന്നു വെഡ്ഡിങ്. അവരുടെ പ്രത്യേക റിച്വൽസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെഡ്ഡിങ്ങിൻ്റെ റിച്വൽസൊക്കെ കാണാൻ. അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും എനിക്കിഷ്ടമാണ്. സോ റിച്വൽസൊക്കെ കണ്ട് വെഡ്ഡിങ്ങൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് വെഡ്ഡിങ്ങൊക്കെ അറ്റൻഡ് ചെയ്ത് ഇറ്റ് വാസ് എ ഗുഡ് മൊമെൻറ്റ്സ് ഓഫ് മൈ ലൈഫ് ആൻഡ് ഐ വാണ്ടഡ് ടു ക്യാപ്ചർ ഇറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. ഇത് ഹൈദരാബാദ് ഹൈടെക് സിറ്റി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കുറച്ച് നേരം. പിന്നെയായിരുന്നു പിക്കപ്പ്. സോ തിരിച്ചു വരുന്നതിൻ്റെ ഒരു വ്യൂ ഒക്കെയാണിത്. കാട് നല്ല രസമായിരുന്നു. ബട്ട് ഒത്തിരി സമയം എടുത്തിട്ടാണ് വന്നത്, കുറേ ഡിലേ ആയി. സോ ജേർണിയൊക്കെ ഭയങ്കര ടയറിങ് ആയിരുന്നു. സോ ഹൈദരാബാദിൽ നിന്ന് എല്ലാവർക്കും അറിയാം സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒത്തിരി ടൈം എടുക്കും. സോ നമ്മൾ റീച്ച് ആവുന്ന ഡെസ്റ്റിനേഷൻ ഒരു 2-3 ഹവേഴ്സെങ്കിലും ഉറപ്പായിട്ടും ഡിലേ ആവും. എത്ര നമ്മൾ നേരത്തെ ഇറങ്ങിയാലും ഹൈദരാബാദിൻ്റെ ട്രാഫിക്കും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ ഒത്തിരി ഡിലേ ആവും. സോ ദിസ് വാസ് മൈ ഹൈദരാബാദ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അടുത്ത പ്രാവശ്യം ഞാൻ വോയിസൊക്കെ സെറ്റാക്കാം. ഇതിൻ്റെ വോയിസ് ഓവർ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ളോഗ്.